തുടങ്ങാ ആളിയാ. ഡാ ഒഴിയടാ. അളിയാ ഈ കുപ്പി നീ എവിടെ നിന്ന് ചെളിയാ? അളിയാ അച്ഛൻ 5-6 കുപ്പി ഷെൽഫിൽ കൊണ്ട് വെച്ചിരുന്നു. ഞാൻ അതിന്ന് പറഞ്ഞ ഇസ്കി. അട്ടിപ്പൊളി. അളിയാ നിന്റെ അച്ഛൻ ഇപ്പൊ കയറുന്ന നീ എന്ത് ചെയ്യും? നീ പേടിക്കാടെ. അങ്ങേരും അമ്മയും കൂടെ ഏവൻ്റെ റിസപ്ഷന് പോയേക്കണം. ഇപ്പോഴൊന്നും വരൂല. വരാതിരുന്നാ കൊള്ളാം. അളിയാ എന്താ ഇപ്പൊ അഥവാ നിന്റെ അച്ഛൻ വന്നാ എന്ത് ചെയ്യും? വരൂലടേ ഇപ്പോഴൊന്നും. ഇല്ല അളിയാ ഇപ്പൊ വന്നാ. അളിയാ നിന്റെ ഇടയ്ക്കല്ലേ പറഞ്ഞ ഇപ്പോഴൊന്നും വരൂലെന്ന്. അളിയാ വന്നാ. ഗൈസ് പ്ലീസ് ഞാൻ സമാനം ഉണ്ടെന്ന് അടിച്ചോട്ട്. ഓക്കെ. Walking in the moonlight, I'm thinking of you. എന്താണ് അളിയാ പതിവില്ലാതെ പാട്ടൊക്കെ? അതൊക്കെ ഒരു കഥയടാ. കിണിക്കാതെ കാര്യം പറയാളിയാ. എനിക്കൊരു കുട്ടി ഇഷ്ടമാണ്. ആളിയാ ഒന്ന് പറ അളിയാ. നിങ്ങൾക്കൊന്നും അറിയാൻ വഴിയില്ല. ക്രൈസ്റ്റ് റോഡിനപ്പുറത്ത്. ഏത് അക്കിളി പച്ച വീടാ? ശ്ശേ അതൊന്നും അല്ല. പേരെന്തളിയാ? ഇവ എന്തോന്ന് കാണിക്കണേ? ആനി. വാ വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ഉമ്മ. അളിയാ നീ അവളെ ആദ്യമായിട്ട് എവിടെ വെച്ച് കണ്ടത്? അവളെൻ്റെ വയലിൻ ക്ലാസ്സിലായിരുന്നു. പിന്നെ അവളും വയലിൻ നിർത്തി, ഈ ഞാനും നിർത്തി. പിന്നെ ബസ് സ്റ്റോപ്പ്, ട്യൂഷൻ ക്ലാസ് എല്ലാം പുറകെ ഞാനും ഉണ്ടായിരുന്നു. അളിയാ അവക്കറിയാമോ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്? ചിരിക്കാറൊക്കെ ഉണ്ടല്ലേ? കൊച്ചു കള്ളൻ. ഇനിയൊന്നും നോക്കണ്ട. നിന്റെ പ്രേമം അവളുടെ പോയി പറഞ്ഞേക്ക്. ശരിയാ പറയണം. ഒരു ലവ് ലെറ്റർ എഴുതി കൊടുത്താലോ? ലവ് ലെറ്റർ? അത് നല്ലൊരു ഐഡിയ. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് ലവ് ലെറ്റർ കൊടുത്താണ് സെറ്റാക്കി. ലവ് ലെറ്റർ ഒന്നും വേണ്ട. അതൊക്കെ പണ്ട് 90s. ഇപ്പം 2016. ഡയറക്റ്റ് പ്രപ്പോസലാണ് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ ഇപ്പം തന്നെ എൻ്റെ ഇഷ്ടം അവളോട് ഞാൻ പറയാം. അളിയാ നീ ഇപ്പം പോകണ്ട. നീ ഇപ്പം പോയാൽ അവൾക്ക് നിൻ്റെ അടുത്തുള്ള ഇമ്പ്രഷൻ പോകും. അതും ശരിയാ. ഓ പിന്നെ അവന് ഇരിക്കണം, അല്ലെങ്കിൽ ഇമ്പ്രഷൻ. അതും ശരിയാ. അപ്പം നാളെ പോവാം. അളിയാ ഡേ ഇവൻ്റെ ഫോൺ അടിക്കുന്നു. അളിയാ ഇവന്റെ ഫോണല്ല, നിന്റെ ഫോൺ. അളിയാ അമ്മ. ഹലോ അമ്മേ. ഞാനിപ്പോൾ നന്ദുവിൻ്റെ വീട്ടിലമ്മേ. കമ്പനി സ്റ്റഡിയാ അമ്മേ. കുറച്ചും കൂടി ഉണ്ട്, ഇപ്പം തീരും. അളിയാ അപ്പം ശരി. അളിയാ നീ വണ്ടിയല്ലേ വന്ന്? ഞാനും വാ. നീയും പോണാടേ. ആ. അച്ഛനും ഇല്ല അമ്മയും ഇല്ല, പിന്നെ ഞാൻ എന്തിനുണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നു? സജ്ജനയുടെ നില്ല ഞാനും പറഞ്ഞു.
അളയൊന്നുമില്ല, ഞാനും വരുന്നു. അളിയാ ത്രിബിൾസാ? ഓ, ഞാൻ സജിൻ്റെ വീട്ടിൽ ഇറങ്ങിക്കോളാം. കയറി കയറി കയറി. അളിയാ അവളെക്കാണ് എന്ത് ഗ്ലാമറാണെന്നറിയോ? അതൊക്കെ പിന്നെ പറയാം. നീ ഇപ്പം വണ്ടി ഓടി വേടെ ഒന്ന് പതുക്കപ്പോടെ എനിക്ക് ജീവിക്കണം. അവൻ്റെ അടുത്ത് പറഞ്ഞാണ് പതുക്കെ പോവാൻ. കയ്യും പോയി. ഡേയ് ഡേയ് എണീക്കടേ. ഡേവിഡ് എണീ ഡേയ്. എണീ എണീ. എടാ എടാ ഞാന് എടാ വാടാ, രക്ഷിക്കാടാ, വാ. എടാ വാടാ, നമുക്ക് ആശുപത്രി കൊണ്ടുപോടാ, വാ. വാ വാ പോവാ, വണ്ടി കയറി. ഡേയ് വണ്ടി എടു. ഹലോ. ആ എന്താ നീ അറിഞ്ഞാടാ? ആ ജംഗ്ഷനിൽ ഒരു അപകടം നടന്നു. ഒരു പെണ്ണായിരുന്നു. പേരെന്താ? ആനിയും. ആ കുട്ടിക്ക് എന്ത് പറ്റി? അവൾ മരിച്ചു. നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ അവൾ ഉറപ്പായും രക്ഷപ്പെട്ടു. പാവം കുട്ടി, എന്തേയും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പോട്ടല്ലേ. പിന്നെ എന്തൊക്കെയാണ് പരിപാടി? ഹലോ ഹലോ